إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിലുടനീളം സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഇവിടെ അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും തയ്യാർ ചെയ്തുകൊണ്ടാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. പക്ഷേ നമുക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ഉപജീവനം അത് നേരിട്ട് ഓരോ മനുഷ്യനെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് അവന് നിലനിൽക്കുവാനും ഉപജീവനം ലഭിക്കുവാനും ആവശ്യമുള്ള സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ അല്ലാഹു ഏർപ്പെടുത്തി കൊടുത്തു. അതിനാവശ്യമായ തൊഴിൽ സംവിധാനങ്ങൾ ഇവിടെ അല്ലാഹു നിശ്ചയിച്ചു. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ റിസ്ക് തേടിപ്പിടിക്കുകയും അന്വേഷിക്കുകയും വേണം. അതാണ് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച അവന്റെ സംവിധാനം. അത് മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങളും പറവകളും ഒക്കെ അങ്ങനെയാണ്. അവരുടെയൊക്കെ റിസ്ക് അല്ലാഹു നിശ്ചയിച്ചപ്പോൾ അത് ലഭിക്കുവാനുള്ള സബബുകളുമായി, കാരണങ്ങളുമായി അവർ കണക്ട് ചെയ്യണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച സുന്ദരമായ ഒരു വചനമുണ്ട്, ഒരു പ്രവാചക വചനം. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കേണ്ട മുറപ്രകാരം ബരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ, പറവകൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും, നിങ്ങൾക്ക് റിസ്ക് നൽകും. തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന,
സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമായ പ്രവാചക വചനമാണിത്. രാവിലെ നേരം പുലർക്കെ പറവകൾ അവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൂടുകളിൽ നിന്ന് വയറൊട്ടിയ നിലക്ക് പറന്നകലുകയാണ്. ഒന്നുമില്ല, കാലി വയറുമായി പറന്നു പോകുന്നു. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ വയറ് നിറഞ്ഞവരായി തങ്ങളുടെ കൂടുകളിലേക്ക് തന്നെ അവർ മടങ്ങി വരികയാണ്. എങ്ങനെയാണ് അവർക്ക് റിസ്ക് കിട്ടിയത്? രാവിലെ ദൂരദിക്കുകളിലേക്ക് പറന്നുപോയി റിസ്ക് അന്വേഷിച്ച് അധ്വാനിച്ചപ്പോഴാണ് പക്ഷിലോകത്തിന് പറവകൾക്ക് അള്ളാഹു റിസ്ക് നൽകിയത്. ഇതിലൂടെ വലിയ ഒരു പാഠമാണ് മനുഷ്യന്, വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് അള്ളാഹു നൽകുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്നത്. അതെ, അധ്വാനം ഒരു മുസ്ലിമിന്റെ കൈമുതലാണ്. അവൻ മടിയനല്ല, അധ്വാനിച്ചുകൊണ്ടാണ് അവൻ അവന്റെ ഉപജീവനം തേടേണ്ടത്. അതുകൊണ്ട് ഓരോരുത്തർക്കും അനുഗുണമായ തൊഴിലും ജോലിയും ഒക്കെ അവരവര് കണ്ടെത്തണം. അതിലൂടെ അള്ളാഹു അവന് നിശ്ചയിച്ച ഉപജീവനം അവൻ നേടിയെടുക്കണമെന്ന വലിയ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്നലെ മെയ് 1 ആയിരുന്നു. എന്താണ് മെയ് 1 ലോകം ആഘോഷിക്കുന്നത്? ലോക തൊഴിലാളി ദിനമായിരുന്നു. ലോകത്തുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ചും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള നിരന്തരമായ ചർച്ചകൾ ഇന്നലകളിൽ മീഡിയകളിലൂടെ മറ്റുമൊക്കെയായി നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾക്കുള്ള ഒരു ദിനം എന്ന നിലക്ക് പ്രത്യേകമായ ഒരു ദിനം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എന്നും തൊഴിലാളി ദിനം തന്നെയാണ്. തൊഴിലാളിയും തൊഴിലുടമയും ഒക്കെ പാലിക്കേണ്ട മനോഹരമായ നിർദ്ദേശങ്ങൾ, സുന്ദരമായ കടമകൾ ലോകത്തെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ലോകത്തെന്ത് തന്നെ ചർച്ചകൾ ഉണ്ടായാലും, ഏത് തന്നെ ദിനങ്ങൾ ആരൊക്കെ ആഘോഷിച്ചാലും, അവരൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന സന്ദേശങ്ങൾ എന്ത് തന്നെയായാലും ചിന്തിച്ചു നോക്കൂ വിശ്വാസികളെ. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച ഈ മഹത്തായ ദീന്, ഈ മേഖലയിൽ നൽകുന്ന സന്ദേശം ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ സദസ്സിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ജോലി ചെയ്യിപ്പിക്കുന്ന തൊഴിലുടമകളുണ്ട്, പല മേഖലകളിൽ തങ്ങളുടേതായ സേവനം നിർവഹിക്കുന്ന ആളുകളുണ്ട്. എന്ന നിലയ്ക്ക് ഇവിടെ ഇസ്ലാം നൽകുന്ന വെളിച്ചവും മാർഗദർശനവും നമ്മൾ വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ മേഖലയിൽ ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ? ഒന്നാമതായി ഇസ്ലാം പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, യാചിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനല്ല ഒരു മുസ്ലിം. യാചനയെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തിയ ദീനാണ് നമ്മുടെ ദീൻ. തൊഴിലെടുക്കാനാണ് പറയുന്നത്, അധ്വാനിക്കാനാണ് പറയുന്നത്. അലസതയെ ശക്തമായി നിരുത്സാഹപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ദീൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും നമ്മുടെ പ്രാർത്ഥനകളിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? അള്ളാഹുവേ, കെസിൽ, അലസതയും മടിയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ, അതിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണമേ. എന്നിട്ട് ഇസ്ലാം പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു പകലിന് നിശ്ചയിച്ചത് എന്തിനാണ്? മടിയന്മാരായി കിടന്നുറങ്ങാനല്ല. അള്ളാഹ് പറയാണ് സൂറത്തു നബയിലൂടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മഈസത്ത് തേടിപ്പിടിക്കാനാണ് പകലിനെ നാം നിങ്ങൾക്ക് സംവിധാനിച്ചിരിക്കുന്നത്. എത്ര മനോഹരമാണ്! വെള്ളിയാഴ്ച എല്ലാവരും ജുമുഅക്ക് വരണം, എന്നിട്ട് അവിടെ കൃത്യമായ ഇബാദത്ത് ചെയ്യണം എന്നല്ല പറഞ്ഞിട്ട്, ആ ഇബാദത്തും ജുമുഅ നമസ്കാരവും ഖുതുബയും ഒക്കെ കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടണമെന്നല്ല അല്ലാഹ് പറഞ്ഞത്. എത്ര കൃത്യമായിട്ടാണ് അവിടെ പറഞ്ഞത്? ഫഇദാ ഖുദിയത്തിസ്സലാ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കതീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഫഇദാ ഖുദിയത്തിസ്സലാഹ്, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചാൽ, അല്ലെങ്കിൽ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർളി, അവർ ഭൂമിയിൽ വ്യാപരിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർ തേടട്ടെ, അവർ അന്വേഷിക്കട്ടെ. കച്ചവടം ചെയ്യുന്നവർ ചെയ്യട്ടെ, ജോലി ചെയ്യുന്നവർ അത് ചെയ്യട്ടെ, ഉപജീവനത്തിന്റെ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നവർ അങ്ങനെ പോകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജോലി ചെയ്യാനും പണിയെടുക്കാനും അള്ളാഹു അവന്റെ ദീനിലൂടെ പഠിപ്പിക്കുന്ന സന്ദേശം നോക്കൂ.
ഒരിക്കൽ സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ, അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം ഏതാണ് നബിയെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ. ഒരു മനുഷ്യൻ തന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല അധ്വാനമില്ല. ഏറ്റവും നല്ല കച്ചവടം, അതായത് അനുഗ്രഹിക്കപ്പെട്ട കച്ചവടവും ഏറ്റവും നല്ല അധ്വാനമാണ്. രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഒന്ന്, ജോലി ചെയ്യുക. ഇനി കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അനുഗ്രഹീതമായ കച്ചവടം. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. അത്താജിറു സ്വദൂഖുൽ അമീനു, വിശ്വസ്തനായ സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ ആരുടെ കൂടെയാണ് നാളെ പരലോകത്ത്? മഅൻ നബിയ്യീന, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെയാണ് സ്വർഗത്തിൽ. വസ്സുദ്ദീഖീന, സത്യസന്ധന്മാരായ അവന്റെ ദാസന്മാരുടെ കൂടെയാണ്. വശുഹദാഇ, ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്ത് ശുഹദാക്കളായി മാറിയ ശുഹദാഇന്റെ കൂടെയാണ് സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം വലിയ പ്രോത്സാഹനം. പക്ഷെ ആ ദർജയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത് വലിയൊരു ത്യാഗമാണ്. അവിടെ പിഴച്ചാൽ അത് ഏറ്റവും വലിയ ശിക്ഷയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളോട് അല്ലാഹു സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയുമില്ല. സഹാബികൾ പറയാണ്, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് നബി പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, ഇത് 3 തവണ അള്ളാഹുവിന്റെ റസൂൽ ആവർത്തിച്ചു പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആരാണ് നബി? അവർ പരാജിതരായി പോയല്ലോ, അവരെ ആരാണെന്ന് പറഞ്ഞു തരുമോ? അക്കൂട്ടത്തിൽ 3 വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നെരിയാണിക്ക് താഴെ ഉടുതുണി വലിച്ചിഴക്കുന്ന മനുഷ്യൻ. രണ്ടാമത് പറയുന്നത്, വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലഫിൽ കാദിബി, കള്ള പരസ്യം നൽകി തന്റെ കച്ചവട ചിരക്ക് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് വിറ്റഴിക്കുന്ന, അതേപോലെ തന്നെ ഒരു നിലക്കും സത്യസന്ധതയോട് യോജിക്കാത്ത ആഡ്സുകളൊക്കെ നൽകി തന്റെ കച്ചവട വിഭവങ്ങളെ, അതല്ലെങ്കിൽ ചിരക്കുകളെ ഒക്കെ വിറ്റഴിക്കുന്ന കച്ചവടക്കാരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ സത്യസന്ധനാണെങ്കിൽ പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രവാചകന്മാര് ജോലി ചെയ്യുക എന്നുള്ള കാര്യം ഒരു മോശമായ കാര്യമല്ല. പ്രവാചകന്മാര് മുഴുവനും ജോലി ചെയ്ത് പണിയെടുത്ത് ജീവിച്ചവരാണ്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് നിയോഗിതരായ മനുഷ്യരിൽ ഏറെ ശ്രേഷ്ഠനായ അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാര് ഈ ലോകത്തേക്ക് വന്നത് പണിയെടുക്കാനായിരുന്നു. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന പ്രവാചകൻ. ആ മഹാനായ പ്രവാചകൻ തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചു തിന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം കാന നജ്ജാരൻ, ആശാരിപ്പണി ചെയ്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അല്ലാഹു നേരിട്ട് സംസാരിച്ച മഹാനായ പ്രവാചകൻ ആടിനെ മേയ്ക്കുന്നവനായിരുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ലോകത്ത് ഏറ്റവും മഹാനായ സർവ്വ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ നമ്മുടെ ജീവനായ മുത്തുനബി ആട് മേയ്ക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്തു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകന്റെ ഹദീസുകൾ പകർത്തിയ പിൽക്കാലക്കാരായ ഇമാമിയങ്ങളും അതേപോലെ നേതാക്കന്മാരും കച്ചവടക്കാരും ജോലി ചെയ്യുന്നവരുമായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുകയാണ്. പക്ഷേ എവിടെയോ മലയാളിയുടെ മനസ്സിലേക്ക് ഒരു ദുഷിച്ച ചിന്ത കയറി വന്നു. അതെന്താണ്? പണിയെടുക്കുക, ജോലി ചെയ്യുക എന്നൊക്കെ, അതൊക്കെ ഒരു മോശത്തരമാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങി. ഇന്ന് എവിടെയാണ് മലയാളികൾ എത്തി നിൽക്കുന്നത്? സ്വന്തം നാട്ടിൽ പണിയെടുക്കാൻ മടിയാണ്, അല്ലെ? അന്യനാട്ടിൽ പോയാൽ, ഗൾഫിലേക്ക് പോയാൽ, വിദേശ രാജ്യങ്ങളിൽ പോയാൽ എന്ത് പണിയെടുക്കാനും ആർക്കും ഒരു നാണക്കേടുമില്ല. എന്തു പണിയും എടുക്കും. എന്നാൽ നാട്ടിൽ വന്നാലോ ഒരു പണിയെടുക്കൂല. എന്താണ് അതിന്റെ പരിണിത ഫലമായി ഉണ്ടായത്? നമ്മുടെ നാട്ടിൽ നമ്മൾ അന്യനാട്ടിൽ പോയി അധ്വാനിക്കുന്ന വിയർപ്പ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങി, ഇല്ലേ? ഒരു പണിക്കും ആരെയും കിട്ടാത്ത അവസ്ഥ വന്നു. പണിയെടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് നമ്മൾ എത്തി നിൽക്കുന്ന മേഖലയെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തൊഴിലിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണം, മടി വേണ്ടതില്ല. ഹലാലായ ഏത് പണിയും എടുക്കാം, ഇന്ന പണിയെന്നില്ല. ഏത് ജോലിയും ഹലാലാണോ എങ്കിൽ അതെടുക്കാം. അങ്ങനെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ തൊഴിലെടുക്കുമ്പോ
ഇസ്ലാം പറയാണ് തൊഴിലാളികൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര മനോഹരമാണ്! ഏതൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? തൊഴിലിന്റെ രംഗത്ത് കൃത്യത വേണം, കണിശത വേണം, അലസത ഒഴിവാക്കണം, കൃത്യസമയത്ത് വരണം, വൈകി വരാൻ പാടില്ല, അതേപോലെ തന്നെ നേരത്തെ പോകാൻ പാടില്ല, അവിടെ ഒരു പ്രകടന പരതയുണ്ടാകാൻ പാടില്ല, ആത്മാർത്ഥമായി അത് ചെയ്യണം. എല്ലാ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിനോടൊരു ആത്മാർത്ഥതയുണ്ടാകണം. മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൾ അല്ലെ, മൂസാ നബി അലൈഹി ഇസ്ലാമും ബന്ധപ്പെട്ട ആ ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൾ മൂസാ നബിയെ കുറിച്ച് തന്റെ പിതാവിന്റെ അടുത്ത് പോയി പറയുന്ന ഒരു വാചകം, ഒരായത്ത് ഖുർആനിലുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു പറയുകയാണ്, അവരിൽ ഒരുത്തി, ആ രണ്ട് പെൺമക്കളിൽ ഒരാൾ തന്റെ പിതാവിന്റെ അടുത്ത് പോയി പറയുകയാണ്, യാ അബത്തിസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ഓ എന്റെ പിതാവേ, ആ മനുഷ്യനെ നിങ്ങൾ കൂലിക്കാരനായി, ജോലിക്കാരനായി നിശ്ചയിച്ചോ. കാരണം എന്തെന്നറിയുമോ? ഞങ്ങൾ അയാളോട് ഇടപഴകിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതെന്താണ്? നിങ്ങൾ കൂലിക്ക് വെക്കുന്ന മനുഷ്യൻ അൽ ഖവിയ്യു, കഴിവുള്ളവനാണ്. നിങ്ങൾ കൊടുക്കുന്ന ജോലി ചെയ്യാൻ കഴിവുള്ളവനാണ്. രണ്ടാമത്തെ അയാളുടെ വിശേഷണം അൽ അമീൻ, അയാൾ വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിർഭയമായി അയാളെ ജോലിക്ക് വെക്കാം ഉപ്പാ. ഈ രണ്ട് കാര്യങ്ങളാണ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അനിവാര്യമായും ഉണ്ടാകേണ്ടത്. അയാളെ ഏൽപ്പിച്ച ജോലി ചെയ്യാനുള്ള കഴിവ് അയാൾക്കുണ്ടാകണം, അതിനുള്ള യോഗ്യതയുണ്ടാകണം, അതിനുള്ള വിദ്യാഭ്യാസ നിലവാരമുണ്ടാകണം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചുകൊണ്ട് ജോലി നേടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഏത് ജോലിയാണോ നമ്മൾ ഏറ്റെടുക്കുന്നത് അത് ഏറ്റെടുക്കാനുള്ള കഴിവും യോഗ്യതയും പ്രാപ്തിയും ഉണ്ടാകുക എന്നതാണ് ഒരു ജോലിക്കാരന് അടിസ്ഥാനമായി ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ആ ജോലി ചെയ്യുന്ന മേഖലയിൽ തന്റെ തൊഴിലുടമയെ വഞ്ചിക്കുകയല്ല. അവിടെ വിശ്വസ്തത വേണം, സത്യസന്ധത വേണം, ആത്മാർത്ഥത വേണം. തന്നെ ഏൽപ്പിച്ച ജോലി അത് വലിയൊരു അമാനത്താണെന്ന ബോധ്യം അയാൾക്കുണ്ടാകണം. ആ ഏൽപ്പിച്ച ജോലി കുറ്റമറ്റ രീതിയിൽ തന്റെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ അയാൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ അയാൾ രണ്ട് ബാധ്യതകളാണ് ലംഘിക്കുന്നത്. ഒന്ന് തന്റെ റബ്ബിനോടുള്ള ബാധ്യതയാണ്, ആ റബ്ബാണല്ലോ ഇത് കൽപ്പിച്ചത്. രണ്ട്, തന്റെ യജമാനനോട്, തന്റെ തൊഴിലുടമയോടുള്ള ബാധ്യതയും അയാൾ ലംഘിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനാ. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയുമോ? നിങ്ങളിൽ ആരെങ്കിലും ഒരു ജോലി ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ജോലി ഭദ്രമായ നിലക്ക് നിങ്ങൾ ചെയ്യുക എന്നതാണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യം. ചെയ്യുന്ന പണി മുതലാളി വരുമ്പോ ആക്റ്റീവ് ആകുക, മുതലാളി പോയാൽ തോന്നിയ പോലെ ചെയ്യുക, വഞ്ചിക്കുക അല്ല. കടുത്ത ലംഘനമാണത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അദ്ദൽ അബ്ദു ഹഖ്ഖല്ലാഹ് വ ഹഖ്ഖ മവാലിഹി കാന ലഹു അജ്റാനി. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ജോലി ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹുവിനോടുള്ള കടപ്പാടും അയാളുടെ മുതലാളിയോടുള്ള കടപ്പാടും അയാൾ നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് രണ്ട് പ്രതിഫലമാണ് പരലോകത്ത് ലഭിക്കുന്നത്. ഇവിടെ ഉപജീവനം നയിക്കാനുള്ള പ്രതിഫലം ലഭിക്കുന്നതിന്റെ കൂടെ നാളെ പരലോകത്ത് ആ ജോലി ആത്മാർത്ഥമാണെങ്കിൽ അതിന്റെ പേരിലും റബ്ബ് അയാൾക്ക് പ്രതിഫലം നൽകുമെന്ന മഹത്തായ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. ഇവിടെയും പ്രതിഫലമാണ്, പരലോകത്തും പ്രതിഫലമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് നോക്കൂ നിങ്ങൾ, തൊഴിൽ മേഖല വഞ്ചനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. അവിടെ ചതിയുണ്ട്, അവിടെ പലപ്പോഴും തെറ്റായ ബോധമുണ്ട്, അപകർഷതാബോധമുണ്ട്. ഇങ്ങനെ ഞാൻ ഈ ജോലി ചെയ്യേണ്ടവനല്ല, ഇതെന്റെ സ്റ്റാറ്റസിന് നല്ലതല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തെറ്റായ ചിന്താഗതിയിലേക്ക് മനുഷ്യർ നീങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം തൊഴിലില്ലായ്മ എന്ന വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുകയാണ്, മനുഷ്യരെ ഉപജീവനം തേടാൻ റബ്ബ് നിശ്ചയിച്ച ഏത് ഹലാലായ പണിയും നിങ്ങൾ എടുത്തോ. നിങ്ങളുടെ നേതാക്കളായ അമ്പിയാക്കന്മാരെടുക്കാത്ത പണിയില്ല. ആ മാതൃകയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അവിടെ ദുരഭിമാനമല്ല വേണ്ടത്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ വമുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്താൻ. ഒരാൾ പണിക്ക് പോകുമ്പോ അയാൾ ഇങ്ങനെ വലിയ പ്രകടനപരത, വലിയ ദുരഭിമാനം, ഇന്ന ജോലി അത് വലിയ സംഭവമാണ് എന്നൊക്കെ ദുരഭിമാനം നടിക്കാനാണ് ഒരാൾ ജോലിക്ക് പോകുന്നതെങ്കിൽ അത് ശൈത്താന്റെ പാതയാണ്.
നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരു ആത്മാർത്ഥത വേണം, അവിടെ ഒരു നല്ല ശുദ്ധമായ മനസ്സ് വേണം, അവിടെയും ദുരഭിമാനം ഉണ്ടാകരുത്. ഇതൊക്കെ ലോകത്ത് ഏത് തൊഴിൽ ദിനത്തിൽ ആരാ പഠിപ്പിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. റബ്ബിന്റെ ദീന് സ്പർശിക്കാത്ത മേഖലയുണ്ടോ? എല്ലാ മേഖലയിലും. ഇനി തൊഴിലുടമകളോട് അള്ളാഹുവിന്റെ ദീന് പറയുന്ന കാര്യം എന്താണ്? അതും കൂടെ ചുരുക്കി പറയട്ടെ വിശ്വാസികളെ. എന്താണ് മുതലാളിമാര് മനസ്സിലാക്കേണ്ട കാര്യം? അള്ളാഹിന്റെ ദീന് പറയാണ്, ഒന്നാമതായി അവർ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ഉദാരത കാണിക്കുകയും കാരുണ്യം കാണിക്കുകയും വേണം. മേലുദ്യോഗസ്ഥന്മാരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൊഴിലുടമ മുതലാളിമാരാരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്, തങ്ങളുടെ കീഴിലുള്ളവരോട് ഉദാരതയും കാരുണ്യവും കാണിക്കണം. എങ്കിലേ ആ തൊഴിലാളികളോട് നല്ല അടുപ്പം ഉണ്ടാകുകയുള്ളൂ. നല്ല അടുപ്പുണ്ടെങ്കിൽ എന്താ അതുകൊണ്ടുള്ള ഗുണം? നമ്മുടെ അഭാവത്തിലും അവർ കടമകൾ നിർവഹിക്കും. മുതലാളിയെ സംബന്ധിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അയാൾ എന്നെ ഏൽപ്പിച്ചതാണ് എന്ന ഒരു ബോധം അയാളുടെ മനസ്സിലുണ്ടാകും. അതല്ലാതെ കടുത്ത മനസ്ഥിതി, അതല്ലെങ്കിൽ കടുത്ത സമീപനം, അതൊരിക്കലും അയാളുടെ തൊഴിൽ മേഖലയിൽ, അയാളുടെ ബിസിനസ് മേഖലയിൽ അയാൾക്ക് വിജയം കൊടുക്കൂല. കാരണം അയാളുടെ അഭാവത്തിൽ അയാളെ വഞ്ചിക്കാനേ ശ്രമിക്കുള്ളൂ. നേരെ മറിച്ച് ആ അടുത്ത ബന്ധം, ആ നല്ല ഒരു ബന്ധം, നല്ല സൗഹൃദബന്ധം, നല്ല കാരുണ്യം, അതേത് മേഖലയിലും അത് മാത്രമേ മനുഷ്യരെ വിജയത്തിലെത്തൂ. പ്രബോധന മേഖലയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പൊതുവായ ഇസ്ലാമിന്റെ തത്വമാണത്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക്. നബിയേ, നിങ്ങൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയവുമുള്ളവനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ഈ വിശ്വാസികൾ ഓടിപ്പോകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യത്താൽ നബി ലോലമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു അനുയായി വൃന്ദം അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടായത്. അത് ലോലമായ സമീപനം കൊണ്ടാണ്, കാരുണ്യമുള്ള സമീപനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് മേഖലയിലും നമുക്ക് പ്രാവർത്തികമാക്കേണ്ട മേഖലയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഉദാരതയും കാരുണ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അതേപോലെ തന്നെ തൊഴിലാളിയെ ചീത്ത വിളിക്കുക, അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ഇന്ന് തൊഴിലിന്റെ പേരിൽ ലോകത്ത് അത് നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മളൊക്കെ ചില രംഗങ്ങളിൽ കാണുന്നതാണ്. പക്ഷെ അവിടെ ഈ പ്രവാചകന്റെ മാതൃക എത്ര മനോഹരമാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സാക്ഷ്യവചനമുണ്ട് ഹദീസുകളിൽ, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. എന്റെ പ്രവാചകന് ഞാൻ 10 കൊല്ലം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, 10 കൊല്ലം ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലെ, അനസേ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, അതെനിക്ക് ഇഷ്ടമായില്ല, ഇപ്പണി ചെയ്തത് നന്നല്ല എന്നോട് ഒരിക്കൽ പോലും അവിടുന്ന് ചെയ്യുന്നു പോലും പറഞ്ഞിട്ടില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ആ നല്ല ഒരു പെരുമാറ്റം, അതാ ഉണ്ടാകേണ്ടത്. എല്ലാ നിലക്കും അല്ലാഹുവിന്റെ റസൂല് ആ ഒരു സന്ദേശം നൽകി. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ അടിമയെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയായിരുന്നു. ചാട്ടവാറ് കൊണ്ട് ശക്തമായി അടിക്കുകയാണ് തന്റെ അടിമയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണാൻ സഹാബി ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. കുൻതു അദ്രിബു ഗുലാമൻ ലി ബിസൗതി, ചാട്ടവാറ് കൊണ്ട് ഞാൻ എന്റെ അടിമയെ എങ്ങനെ അടിക്കുകയാണ്. ഫസമിഅതു സൗതൻ മിൻ ഖൽഫി, എന്റെ പിറകിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു, ഇഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ അറിയണം, നീ അറിയണം. സഹാബി പറയാണ്, ഉഗ്രകോപത്താൽ ഞാൻ ആ ശബ്ദമൊന്നും ശരിക്ക് കേട്ടില്ല, ആരാണത് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ആവർത്തിച്ചു വീണ്ടും ചോദിക്കുന്നു, ഇഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ അറിയണം. അത് കേട്ടപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി, അപ്പോഴതാ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്റെ പിറകിൽ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയാണ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, ഈ അടിമയെ നീ ചെയ്യുന്നില്ലേ, ഇതിനേക്കാൾ നിന്റെ മേൽ അധീശത്വം വാഴാൻ, നിന്റെ മേൽ അധികാര നടപടികൾ എടുക്കാൻ നിന്റെ റബ്ബിന് കഴിയും. അതുകൊണ്ട് നീ ഈ പണി ചെയ്യല്ലേ, നിന്റെ മേലെ നിന്റെ റബ്ബുണ്ട്, ആ റബ്ബിന്റെ അടിമയാണ് നീ, ഓർക്കണം. നിന്റെ കീഴിലുള്ളവരെ നീ പീഡിപ്പിക്കുമ്പോൾ നിന്നെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും നിനക്ക് അദാബ് തരാനും നിന്റെ റബ്ബിനെ കൊണ്ട് സാധിക്കും അബൂ മസ്ഊദേ, ഓർക്കണം. സഹാബി പറയണ, എന്റെ മനസ്സിൽ അത് വല്ലാത്തൊരു വേദന ഉണ്ടാക്കി, എന്റെ മനസ്സ് പിടച്ചു. സഹാബി പിന്നീട് നൽകുന്ന സാക്ഷ്യം എന്താണെന്നോ, ലാ അദ്രിബു മംലൂകൻ ബഅദഹു അബദാ, എന്റെ കീഴിലുള്ള ഒരടിമയോട് ഞാൻ പിന്നീട് പരുഷമായി പെരുമാറിയിട്ടില്ലെന്ന് സഹാബി നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ കഴിയും. സഹോദരന്മാരെ, വിശ്വാസികളെ,
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നല്ല പെരുമാറ്റം നമുക്ക് പറ്റില്ലെങ്കിൽ പിരിച്ചുവിടാം. പക്ഷേ അയാള് ഇന്ന ആദർശക്കാരൻ, ഇന്ന ആള് അയാളെടുത്ത് പണിയെടുക്കാൻ കൊള്ളൂലട്ടോ, അയാൾ പറയുന്ന ആദർശം പോലെയല്ല, പക്ഷെ അയാളോടുള്ള ഇടപഴക്കം വളരെ മോശമാണെന്ന് പറയാൻ നമ്മൾ അവസരം ഉണ്ടാക്കരുത്. എത്ര കേൾക്കുന്നു, ഓ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് പണിക്ക് പോയത്, പക്ഷേ ഡീലിംഗ് ശരിയല്ലട്ടോ. അത് നമ്മളാൽ വരുത്തരുത്. നമുക്കൊരാളെ പറ്റില്ലെങ്കിൽ മാന്യമായി അയാളെ പിരിച്ചുവിടാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് കഴിയുന്നത് മാത്രമാണ് ഏൽപ്പിക്കേണ്ടത്. പ്രയാസകരമായ ഒരു ജോലിയും ഏൽപ്പിക്കാൻ പാടില്ല. ഇസ്ലാം പറയാണ്, ഒരു തൊഴിലാളി ദിനത്തിന് ലോകത്ത് നിങ്ങൾ കേൾക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അവരെ പരാജിതരാക്കുന്ന ഒരു പണിയും ഏൽപ്പിക്കരുത്. ഫഇൻ കല്ലഫ്തുഹും ഫഅഇനുഹും, ഇനി അഥവാ ഒരു ഭാരിച്ച പണി അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളും അവരെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും, ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആ പണി ചെയ്യാൻ അഡീഷണൽ ഒരാളെ നിങ്ങൾ ഹെൽപ്പറായി വെച്ചു കൊടുത്ത് നിങ്ങളുടെ കീഴിലുള്ളവരെ പീഡിപ്പിക്കാതെ നിങ്ങൾക്ക് അവർക്ക് ആയാസം നൽകാൻ കഴിയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിന്നെ നമ്മൾ തൊഴിലാളി, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, നമ്മൾ മുതലാളി, കീഴിൽ ജോലി ചെയ്യുന്നവൻ തൊഴിലാളി. അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട ഞാൻ വലിയ ആളാണ്, എന്റെ കീഴിൽ എന്റെ അടിമയാണവൻ എന്നാരും ചിന്തിക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അല്ലാഹു മുതലാളിയാക്കി, നിങ്ങളുടെ കീഴിലുള്ളവരെ തൊഴിലാളിയാക്കി. അത് അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചൊരു സംവിധാനമാണ്. നിങ്ങൾ എല്ലാവരും ആദമിന്റെ സന്തതികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ നിങ്ങളുടെ സഹോദരന്മാരായി കാണുകയും കഴിവിന്റെ പരമാവധി സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ആനുകൂല്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും, അവരെ അല്ലാഹു നിങ്ങളുടെ കീഴിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി, നിങ്ങളുടെ ആരുടെയെങ്കിലും കീഴിൽ ഒരു സഹോദരൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഫല്യുത്ഇംഹു, അവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ. മിമ്മാ യഅകുൽ, നിങ്ങൾ തിന്നുന്നതിൽ നിന്ന്. വയുൽബിസ്ഹു, നിങ്ങൾ അവന് വസ്ത്രം കൊടുക്കൂ. മിമ്മാ യൽബസ്, നിങ്ങൾ ധരിക്കുന്നത് പോലെ. അടിമകളുടെ വിഷയത്തിലാണ് ഇത് പറഞ്ഞതെങ്കിലും നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒറ്റ കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. തൊഴിലിന് വേണ്ടി ഒരാളെ നമ്മുടെ ഓഫീസിലോ നമ്മുടെ കച്ചവട സ്ഥാപനത്തിലോ നമ്മൾ വെക്കുമ്പോ, നമ്മുടെ വീട്ടിൽ ഒരു തൊഴിലാളിയെ നമ്മൾ നിശ്ചയിക്കുമ്പോ മുൻകൂട്ടി വേതനം നിശ്ചയിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നിട്ട് ആ വേതനത്തിൽ ഇത്തിഫാക്ക് വേണം, രണ്ടാൾക്കും തൃപ്തി വേണം. ജോലി ചെയ്യുന്നവനും തൃപ്തി, ജോലിക്ക് വിളിക്കുന്നവനും തൃപ്തി. അതല്ലാതെ ജോലി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം അതല്ലെങ്കിൽ മാസാവസാനം തമ്മിൽ കൂലി നിശ്ചയിക്കാൻ വേണ്ടി വഴക്ക് കൂടുന്ന സംവിധാനം ഇസ്ലാമിലില്ല. ഇതൊരു പരിപാടിയല്ല. പല ആളുകൾക്കും വരുന്നൊരു അബദ്ധമാണത്. ഈ ജോലി ചെയ്തോ, അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. എന്നിട്ടോ അവസാനം ഈ ജോലി ചെയ്ത സാധുവിന് അവൻ അർഹിക്കുന്ന വേതനം കിട്ടാതെ പോകുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ തർക്കം ഇല്ല. ജോലി ചെയ്തിട്ട് പിന്നെ ആ വേതനത്തിന് വേണ്ടി ഒന്നുകൂടെ അധ്വാനിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ജോലി ചെയ്തവൻ അവന്റെ കൂലിക്ക് വേണ്ടി പിന്നെയും നമ്മുടെ പിറകെ നമ്മുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയുണ്ടാകരുത്. മറിച്ച് അവൻ അർഹമായ കൂലി നിശ്ചയിക്കുകയും അത് രണ്ടുപേർക്കും തൃപ്തിയാണെങ്കിൽ അത് കൊടുത്തു വീട്ടുകയും, ജോലി കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് മാസം അവസാനിച്ചാൽ ആ കൃത്യസമയത്ത് അവന്റെ കൂലി നൽകാൻ നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇബാദത്തുകളൊക്കെ കൃത്യമായിരിക്കും, പക്ഷേ ഇടപാടുകൾ മോശമാണെങ്കിൽ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. ഞാൻ പറയുന്ന ഹദീസ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തലാഖത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകൾക്ക് വേണ്ടി റബ്ബിന്റെ കോടതിയിൽ ഞാൻ വക്കീലായി വാദിക്കും, അവരുടെ അവകാശത്തിന് വേണ്ടി. ആരൊക്കെയാണ് ആ 3 ആളുകൾ? ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതൊന്നു മാത്രമാണ്. വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു, കൂലിക്ക് വേണ്ടി പണിക്ക് ഒരാളെ ഏൽപ്പിച്ചു. അയാൾ പണിക്ക് വന്നു, അയാൾ ആവശ്യമായ പണിയെല്ലാം ചെയ്തു, അയാളിൽ നിന്ന് കിട്ടേണ്ട പണിയൊക്കെ കിട്ടി. എന്നിട്ട് വലം യുഅതിഹി അജ്റ, അയാളുടെ കൂലി കൊടുത്തില്ല. പാവം നേരം പുലരുന്നത് മുതൽ വൈകുന്നേരം വരെ പകലന്തിയോളം പണിപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ട് വൈകുന്നേരം കൂലി ചോദിച്ചപ്പോ പിന്നെ തരാമെന്ന് പറഞ്ഞ് അയാളുടെ കൂലി കൊടുക്കാതെ, അവകാശം കൊടുക്കാതെ, മാസങ്ങളായി വർഷങ്ങളായി ശമ്പളം കുടിശ്ശികയായി തടഞ്ഞു വെച്ച് അവന്റെ വിയർപ്പിന്റെ വേതനം നൽകാത്തവർ, അവന് വേണ്ടി അള്ളാന്റെ കോടതിയിൽ ഞാൻ വാദിക്കുകയും ഈ മനുഷ്യനെതിരെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ശക്തമായി വാദിച്ച് അവനെതിരെ ഞാൻ റബ്ബിനോട് തർക്കിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നിസാരമല്ല. എത്ര മനോഹരമാണ് ഈ രംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നമ്മൾ ഇതൊക്കെ പാലിക്കാനും കഴിവിന്റെ പരമാവധി ഇത്തരം മേഖലകളിലൊക്കെ ശ്രദ്ധ പുലർത്താനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് അടുത്ത ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താം. സർവ്വലോക പരിപാലകനായ റബ്ബ്
അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ നിർദ്ദേശിച്ച അവന്റെ നിർദ്ദേശങ്ങളും കടമകളും കടപ്പാടുകളും പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനവുമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, അതായത് തൊഴിലുടമകളോട് ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? ജോലി ചെയ്യുന്ന സ്ഥലത്ത് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാൻ സാധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ കഠിനമായ ജോലി ഏൽപ്പിക്കുകയും ഒന്നിനും ഒരു വിടവില്ലാത്ത നിലക്ക് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്ന നിലക്കുള്ള പണി അത് കൊടുക്കാൻ പാടില്ല. അത് ഇബാദത്താണെങ്കിൽ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരാള് ഞാൻ പരലോകത്ത് റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ പണിയെടുക്കുന്നത്, ഉറങ്ങാതെ ശരീരത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ രാത്രി നിസ്കരിച്ച് നോറ്റ് 24 മണിക്കൂറും ആരാധന തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അങ്ങനെ രാത്രി ഉറങ്ങാതെ നിസ്കരിച്ചിരുന്ന സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യത ഉണ്ട്. ഇങ്ങനെ ഒരു ശരീരപീഡന ഇസ്ലാമിലില്ല. അപ്പൊ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ പേരിൽ, ശരീരത്തിന്റെ വിഷയത്തിൽ ആരാധനകളുടെ പേരിലാണെങ്കിൽ പോലും പീഡനമില്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള നമ്മുടെ കീഴിലുള്ള തൊഴിലാളി ജോലി ചെയ്യുന്ന മേഖലയിൽ പീഡിപ്പിക്കപ്പെടരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇന്ന് കാണുന്ന മഹാത്ഭുതങ്ങൾ, ആ മഹാത്ഭുതങ്ങളുടെ പിന്നിലൊക്കെ പല തൊഴിലാളികളുടെയും ശക്തമായ അധ്വാനവും പീഡനവും ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കറിയാത്തത്? അത് പിരമിഡുകളാണെങ്കിലും, ലോകത്ത് കാണുന്ന വൻമതിലുകളാണെങ്കിലും, ലോകത്ത് കാണുന്ന മഹാത്ഭുതങ്ങളാണെങ്കിലും, ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നാഗരികതയാണെങ്കിലും, പാവപ്പെട്ട തൊഴിലാളിയുടെ മണിക്കൂറുകൾ പോലും പരിഗണിക്കാതെയുള്ള അവന്റെ വിയർപ്പും ചോരയും ഒഴുക്കിയ പീഡനത്തിന്റെ കഥകളുണ്ടെന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അള്ളാന്റെ ദീന് അത് അംഗീകരിക്കുന്നില്ല. അല്ലെ? നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങളൊന്ന് വണ്ടി എടുത്ത് പോയി നോക്കൂ, പീഡിപ്പിക്കുന്ന പല പണികളും നമുക്ക് കാണാം. അല്ലെ? ചില ഹോട്ടലുകളുടെ ഒക്കെ മുമ്പിൽ ആ ഹോട്ടലുകളിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ബോർഡും പിടിച്ചു നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യനൊന്നും ഇരിക്കാൻ പോലും നേരമില്ലാതെ 24 മണിക്കൂറും വഴിയരികിലൂടെ പോകുന്ന ഓരോ വാഹനത്തിന്റെ മുമ്പിലും ബോർഡ് കാണിച്ച് ഇതാ വരൂ എന്ന് വിളിച്ച് ആ വെയിലത്ത് ചിലപ്പോഴൊക്കെ പ്രായമായ മനുഷ്യന്മാര്, അവരെ കണ്ടാൽ അതിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യന്റെ മനസ്സും ഏറെ വേദനിച്ചു പോകും. പീഡനത്തിന്റെ ജോലികൾ, അല്ലേ? അതേപോലെ പ്രായമായ സെക്യൂരിറ്റി ജീവനക്കാർ, മണിക്കൂറുകൾ പരിഗണിക്കാതെ രാവും പകലും പരിഗണിക്കാതെ ജോലി ചെയ്യുന്ന നഴ്സുമാർ, അങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും. ആശ്വാസമുണ്ടാകണം, ജോലി ചെയ്യുന്ന മേഖലയിൽ ഇളവുണ്ടാകണം, ആശ്വാസമുണ്ടാകണം. അതേപോലെ തന്നെ ഒരു കാര്യം, 1-2 കാര്യം കൂടെ വളരെ പ്രധാനമാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കണം. നമുക്ക് നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ കാര്യം മാത്രമല്ല, ഈ പാവപ്പെട്ട സാധുവിന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നമ്മൾ ഇടയ്ക്ക് ചോദിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന മറ്റൊരു സഹാബിയാണ് റബീഅ റളിയല്ലാഹു അൻഹു, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി. സഹാബി പറയാണ്, ഒരിക്കൽ ഞാൻ എന്റെ റസൂലിന് വുദു എടുക്കാനുള്ള വെള്ളവുമായി ഇങ്ങനെ ചെന്നപ്പോ ഇങ്ങനെ സേവനം ചെയ്യുന്ന സഹാബിയോട് നബി ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോ സഹാബി പറയാണ്, നബി എനിക്കൊരാവശ്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നബിയെ നിങ്ങളുടെ കൂടെ എനിക്ക് ഇതേപോലെ കഴിയണം. അപ്പൊ നബി ചോദിച്ചു, നിനക്ക് ദുന്യവിയായ മറ്റൊരു ആവശ്യമൊന്നുമില്ലേ? ഇല്ല നബി, എനിക്ക് അത് മാത്രം മതി, നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കഴിയണം. സഹാബി പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ നീ എന്നെ സഹായിക്ക്, ധാരാളം സുജൂദ് ചെയ്ത് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് നീ എന്നെ സഹായിക്ക്, എന്നാൽ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് കഴിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവിടെ നമ്മൾ പരിഗണിക്കേണ്ട പോയിന്റ് എന്താ? പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉറങ്ങാതെ അള്ളാഹുവിന്റെ റസൂലിന് വുദു എടുക്കാനുള്ള വെള്ളവുമായി വരുന്ന സഹാബിയോട്, ആ സഹാബിയോടുള്ള അനുകമ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ വേണ്ടേ, ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ഇതൊക്കെ നമുക്കുള്ള മാതൃകയാണ്, നമുക്കുള്ള പാഠമാണ്. അതേപോലെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അനസ് ബിൻ മാലിക് 10 വർഷമാണ് മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു ജോലി ചെയ്തത്. നബി പ്രാർത്ഥിക്കാണ് സഹാബിക്ക്, അല്ലാഹുമ്മ അക്തിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅതൈത. അല്ലാഹുവേ, അനസിനെ അയാളുടെ സമ്പത്തിലും മക്കളിലും അതേപോലെ നീ കൊടുത്തതിലും ഒക്കെ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്.
എന്തൊരു മനോഹരമായ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, തൊഴിലാളിയും അതുപോലെ തന്നെ തൊഴിലുടമയും തമ്മിലുള്ള വർഗ സംഘട്ടനമല്ല ഇസ്ലാമിലെ തൊഴിൽ ദിനം. ഇസ്ലാമിലെ തൊഴിൽ ദിനം, അതല്ലെങ്കിൽ ഇസ്ലാമിലെ തൊഴിലാളികളും മുതലാളികളൊക്കെ പാലിക്കേണ്ടത് പരസ്പരം സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ മനോഹരമായ പാഠമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സദ്വൃദ്ധരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു എത്രയും വേഗം ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة.